ഇതിന്റെ മെയിൻ ഹെഡിങ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ സബ് വരുന്നത് ഇതിനകത്ത് ഇവിടെ എഴുതി കാണിക്കുക കേട്ടോ. ഇതിൽ നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് കുക്ക് മോഡ്. അതിൽ വരുന്നതാണ് മൈക്രോ, ഗ്രില്ല്, കൺവെൻഷൻ, ഗ്രിൽ കോമ്പി, കൺവെൻഷൻ കോമ്പി. ഇത്രയും കാര്യങ്ങൾ മാനുവലായിട്ട് നമ്മൾ സാധാരണ അടുപ്പൊന്ന് ചെയ്യുന്ന മാതിരി ചെയ്യാനുള്ളതാണ്. ഈ കാണുന്നതൊക്കെ ഓട്ടോ കുക്ക് ആണ്. ഓട്ടോ കുക്ക് എന്ന് പറഞ്ഞാൽ ഇത് സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ ബുക്ക്ലെറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കി ചെയ്യുന്ന റെസിപ്പീസ് ആണ് ഇതൊക്കെ. ഓക്കെ, ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ ആ കുക്ക് മോഡ് ഒരു പ്രാവശ്യം നിൽക്കുന്ന നേരം ഈ 3 ലൈനോട് കൂടി ഇതാണ് മൈക്രോ. എന്തെങ്കിലും ചൂടാക്കാൻ, വെള്ളം ചൂടാക്കാൻ, കറി ചൂടാക്കാൻ, എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വരുന്നത് കിട്ടാം. 900 വാട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മാക്സിമം പവർ, അതായത് ഗ്യാസിലൊക്കെ മാക്സിമം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ആ പവർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോബ് ഇത് തീ കുറയ്ക്കണ മതി, പവർ കുറയ്ക്കും. ഓക്കെ, അത് എത്രയാണ് വേണ്ടത് അത് വെക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ കൊടുത്ത് ടൈം, ഇത് 1 മിനിറ്റ് 40 സെക്കൻഡ്, അങ്ങനെ എത്ര ടൈമാണ് വേണ്ടത് ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ടെമ്പറേച്ചറും ടൈമും അതേ സെയിം. ടെമ്പറേച്ചർ ഇല്ല, അത് പവറാണ്. ടെമ്പറേച്ചർ അല്ല, പവറാണ്. കുക്ക് മോഡ് 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന നേരം ഗ്രില്ല്, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ, ഗ്രില്ലിന് വേണ്ടി വരുന്ന റാക്കാണിത്. ഇതിന് ചെറുതിന് ലോ റാക്കെന്നും വലുതിന് ഹൈ റാക്കെന്നാണ് പറയാം. യൂട്യൂബിലൊക്കെ നോക്കുന്ന ചിലപ്പോൾ പേരാ പറയുന്നല്ലേ മനസ്സിലാക്കാൻ. അത് നേരെ ട്രെയിന്റെ മുകളിലാണ് വെക്കേണ്ടത്. ഇതൊക്കെ ചിക്കൻ ഷവായ ഒക്കെ ചെയ്യണ മാതിരി ചെയ്യാനുള്ളതാണ്. അത് ഇതിനകത്ത് ചെയ്യാം, ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാം. വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സപ്പോർട്ട് ചെയ്ത് എടുക്കാനാണ് ഇത് വരുന്നത്. കാരണം ഇത് വർക്ക് ചെയ്യാൻ നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ് അത് വരുന്നത് കേട്ടോ. 2 പ്രാവശ്യം ടച്ച് ചെയ്ത് ഗ്രില്ല് സെലക്ട് ചെയ്തു, നോബ് തിരിച്ച് ടൈം കൊടുക്കാനുള്ളൂ. ഇതിന് വേറെ പവർ ഇതൊന്നുമില്ല, വാട്സ്ആപ്പ് ചെയ്യാനൊന്നുമില്ല. ഇതിനൊറ്റ ചൂടാ ഉണ്ടാവുള്ളൂ, ഹീറ്റർ ചൂടാകുക. അപ്പോൾ ടൈം എത്ര വേണമെങ്കിൽ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോ, ഗ്രില്ല്. അടുത്ത് വരുന്നത് കൺവെൻഷൻ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് ആണ്, കേക്ക് ഉണ്ടാക്കാൻ. അതിന് സെപ്പറേറ്റ് ട്രേ മേടിക്കണം. ഇതിന് കൂടുതൽ ഈ കേക്ക് അത് കപ്പ് കേക്ക് ഒക്കെ വെക്കാൻ, ചെറിയ കേക്ക് ഉണ്ടാക്കാനുള്ളതിനെ പറ്റുള്ളൂ. അപ്പോൾ വലിയ ട്രേ നമ്മൾ മേടിച്ചിട്ട് അതിൽ കേക്കൊക്കെ ഉണ്ടാക്കി ഡിസൈൻ ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓവനിലൊക്കെ എടുത്തു വെക്കാനുള്ള പരുവത്തിലാവുന്നേരം ഇതിന്റെ അകത്ത് പ്രീ ഹീറ്റ് ചെയ്യണം, ഓൾറെഡി ചൂടാക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കിനനുസരിച്ച് എല്ലാത്തിനും ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ സെലക്ട് ചെയ്യുന്ന 3 പ്രാവശ്യം ടച്ച് ചെയ്യുന്നത് നമുക്ക് 180 ഡിഗ്രിയാണ് വരിക. നിങ്ങളുടെ റെസിപ്പിയിൽ എത്രയാണോ പ്രീ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ പറഞ്ഞത് അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ 2 പ്രാവശ്യം നിൽക്കുക. ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ അങ്ങനെ ഡിസ്പ്ലേ എംപ്റ്റി വരും. വീണ്ടും നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ 60 ഡിഗ്രി ആണ് സ്റ്റാർട്ട് ആവും. 60 ഡിഗ്രീന്റെ മേലായിട്ട് ഇതിന്റെ അകത്ത് ചൂടായി വരുന്നവരെ നമുക്ക് ഇവിടെ കാണാം. ഇതിപ്പോൾ 60 താഴെ ആയതുകൊണ്ടാണ് 60 നിൽക്കുന്നത്. അപ്പോൾ 60 മേലോട്ട് വരുന്നതനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ കൂടി വരും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആവുന്ന നേരം ഇത് ബസർ അടിക്കും, അലാറം അടിക്കും. അലാറം അടിക്കുന്ന നേരം നേരെ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് അപ്പം തന്നെ എടുത്ത് അകത്ത് വെക്കുക. അതിനുശേഷം ഡോർ വീണ്ടും അടച്ച് എത്ര ടൈം ബേക്ക് ചെയ്യണമെന്നുണ്ടാവും ആ ടൈം കൊടുക്കുക. വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ. ഓക്കെ, മൈക്രോ, ഗ്രില്ല്, കൺവെൻഷൻ. അടുത്തത് വരുന്നത് ഗ്രില്ല് കോമ്പി. ഗ്രില്ല് കോമ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രില്ല് മാത്രം ചെയ്യുന്നതിനും ചിക്കൻ്റെ ഒക്കെ പുറംഭാഗം മാത്രം വേവും, ഉൾഭാഗത്തേക്ക് വേഗത്തില്ല. വലിയ ചിക്കനൊക്കെ ചെയ്യുന്നവരോ ഫിഷൊക്കെ ചെയ്യുന്നവരോ സാധാ ഗ്രില്ല് തന്നെ മതിയാവും. ചിക്കനൊക്കെ ചെയ്യുന്നവരോ തന്തൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരോ ചിക്കൻ്റെ ഉള്ളും പുറം ഒരുപോലെ വേവ് വരാനാണ് ഗ്രില്ല് കോമ്പി ചെയ്യുന്നത്. അതിൽ മൈക്രോയും ഗ്രില്ലും കൂടി കോമ്പി ആക്കുക ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളും പുറവും ഒരുപോലെ വേവ് വരും. GC 1, 2, 3 എന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞ പവറാണ്. 1 പറഞ്ഞാൽ ഏറ്റവും കുറവ്, അത് ഏറ്റവും കുറവിൽ വെച്ച് ചെയ്യുന്നവരാണ് ചിക്കൻ അത്രയും വേവ് ആവുക. 2, 3 പറഞ്ഞിട്ട് കൂടുകയാണ്, പിന്നെയും പവർ കൂടാണ്. നിങ്ങളെ റെസിപ്പിയിലാണ് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ GC 1 തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക, ടൈം കൊടുക്കുക, വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ. അല്ല, പെട്ടെന്നാവുന്ന നേരം തീ കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് ചെയ്യുന്നതാണ്, നമുക്ക് കനലിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യല്, അതിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ച് 180 ആണോ ആഡ്സ് ആണ് ഫസ്റ്റത്തെ വരുന്നത് 1-ൽ, പിന്നെ അത് 330, പിന്നെ 540 അങ്ങനെ വരുന്നത്. അപ്പോൾ ഏകദേശം അപ്പോൾ 1-ലാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ റെസിപ്പിയിൽ അങ്ങനെ അവർ പറയാണ് അത് 2-ൽ മതി, അധികം ഉള്ളിൽ വേവ് വരേണ്ട, അങ്ങനെയുള്ള റെസിപ്പി ആണെങ്കിൽ 2 or 3 സെലക്ട് ചെയ്യും. മൈക്രോ, ഗ്രില്ല്, കൺവെൻഷൻ, ഗ്രില്ല് കോമ്പി. അടുത്തത് കൺവെൻഷൻ കോമ്പി. കൺവെൻഷനിൽ കോമ്പി വരുന്നത് പറഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അതും ഇതേപോലെ തന്നെ ഉദ്ദേശം, ഉൾഭാഗോടെ വേവ് വരേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാർഡ് ആയിട്ടുള്ളത്. സാധാ കൺവെൻഷൻ ആണെങ്കിൽ നമുക്ക് സാധാ കേക്ക് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കേക്കോ കുക്കീസ് ഒക്കെ ഉണ്ടാക്കാനാണ് തോന്നുന്നു ഇത് വരുന്നത്. ഇതിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ 3 പവർ ഉണ്ടാവും. അത് നിങ്ങൾ ഏതാ നോക്കുക. അതിനുശേഷം ടെമ്പറേച്ചറും കൂടി ഉണ്ടാവും. ഇതായതുകൊണ്ട് കൺവെൻഷൻ ആയതുകൊണ്ട് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞ ഈ 5 കാര്യങ്ങളാണ് നോക്കിയാണ്: മൈക്രോ, ഗ്രില്ല്, കൺവെൻഷൻ, ഗ്രില്ല് കോമ്പി, കൺവെൻഷൻ കോമ്പി. ഓക്കെ, കോമ്പിയിൽ 2 ഐറ്റവും ബാക്കിയുള്ള 3 നോർമലും. ഈ 5 ആയിട്ടാണ് മാനുവലായിട്ട് നമ്മുടെ കൺട്രോളിൽ നമുക്ക് നോക്കി ഇത് ചെയ്യേണ്ടത്.
ഈ കാണുന്നതൊക്കെ ഓരോ നമ്പർ ഉണ്ടാവാം. ചാർക്കോളിൽ 1 മുതൽ 35 റെസിപ്പീസ് ഉണ്ട്, ചാർക്കോൾ ഐറ്റംസ് മാത്രം. അങ്ങനെ ഓരോരോ റെസിപ്പീസ് ആണ് കുക്കിംഗ് ആയിട്ട് ഇതൊക്കെ കാണാം. ടീ ഐറ്റം ഉണ്ട്, എല്ലാ ചൈൽഡ് ഫേവറേറ്റ്സ്, ബേക്കറി ഐറ്റം എല്ലാം ഉണ്ടാക്കുന്ന ഐറ്റം ഇത് വരുന്നുണ്ട്. ഈ ചാർക്കോൾ ടേസ്റ്റ് ചാർക്കോൾ വെച്ച് ഗ്രിൽ കോമ്പി തന്നെയാണോ ചെയ്യേണ്ടത്? അല്ല, അതൊന്നും ഗ്രിൽ കോമ്പി എന്നുള്ള നമുക്കുള്ളതല്ല. അത് ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അത് ഏത് പ്രോഗ്രാമിനൊക്കെ കമ്പനി ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ മാനുവൽ ബുക്ക് ഡൗൺലോഡ് ചെയ്താൽ അതിൽ കാണിക്കും. ചാർക്കോളിന് ഹെഡിങ് കൊടുക്കും. അതിൽ എത്ര റെസിപ്പി, 1 മുതൽ 35 റെസിപ്പീസ് ഉണ്ട്. 35 ആയിട്ടാണ്. അപ്പൊ അതിൽ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിലെല്ലാം ഐറ്റം ചിക്കനും ഇതൊക്കെ എല്ലാം ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഏതാ സെലക്ട് ചെയ്ത് വെച്ചാൽ അതിനുള്ള നമ്പറോടെ വെച്ച് കൊടുക്കാം. ചാർക്കോളറിന്റെ ബട്ടൺ ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ ഒന്നിൽ അങ്ങനെ 35 റെസിപ്പി ഉണ്ട്. അതിൽ എത്രാമത്തെ റെസിപ്പിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ നമ്പറോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. 35 ഐറ്റം റെസിപ്പീസ് ആണ്. അപ്പൊ ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിൽ വെച്ച് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അളവ് കണ്ടില്ലേ, അതിൽ 200 ഗ്രാം, 300 ഗ്രാം, 400 ഗ്രാം 3 കാറ്റഗറി. അതായത് ബുക്കിനകത്ത് തന്നെ ചെയ്തു. 200 ഗ്രാം, 300 ഗ്രാം, 400 ഗ്രാം. അപ്പൊ അതിനുള്ള റെസിപ്പീസ് ഉണ്ടാവും. എത്ര മുളക്, എത്ര ഇത് എന്നൊക്കെയുള്ള എല്ലാ അളവും ഉണ്ടാവും. അതിൽ അവർ പറഞ്ഞ അളവിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്താൽ ഉണ്ടാവും 18, 48, 48. അതിന്റെ ടൈം വരെ എല്ലാം ചെയ്താ ഇവിടെ കണ്ടില്ലേ ഫോട്ടോ എന്നാ ഉണ്ടാവുക, അല്ലാതെ ഏത് പ്രോഗ്രാം ഒന്നും ഇല്ല. അതായത് മാനുവലായിട്ട്. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് അളവ് കറക്റ്റ് ആയിരിക്കണം. അവര് കൊടുക്കുന്ന അളവ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അല്ലാതെ ഇത് കുറഞ്ഞു പോയാലും ഓർ കരിഞ്ഞു പോകും. കാരണം നമുക്ക് ടൈം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അവര് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പൊ അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് നോക്കണം എന്ന് പറയാം. അത് മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതേ ഓട്ടോ ബുക്കിൽ തന്നെ വരുന്നതാണ് പാല് ചൂടാക്കാനുള്ളത് സംഭവം. ഇത് ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതിൽ പാൽ ചൂടാക്കാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കിഡ്സ് ഡയറി ഡിലൈറ്റില് പാസ്ചറൈസ് മിൽക്ക് 4-1, 4-2. 4-1, 4-2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ തണുത്ത പാലും തണുക്കാത്ത പാലും എന്നാണ്. അത് ഏതാന്ന ബുക്കിൽ നോക്കിയാൽ അറിയാം. 4-1 തോന്നുന്നുണ്ട് തണുത്ത പാല്, 2 തണുക്കാത്ത പാലും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ബട്ടൺ കിഡ്സ് ഇതിന്റെ ഹെഡിങ് ആണ് പറഞ്ഞു. ഈ ഹെഡിങ് വലിയതായിട്ടുള്ള ഹെഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പാസ്ചറൈസ് മിൽക്ക് ഇവിടെ നോക്കിയാൽ കാണില്ല. അപ്പൊ ഇതിൽ പാസ്ചറൈസ് മിൽക്ക് കിഡ്സിലാണുള്ളത്. അപ്പൊ അത് 4 പ്രാവശ്യം നടക്കും. 4-ാമത്തതാണ് പാസ്ചറൈസ് മിൽക്ക്. ഇനി 4-1, 4-2 ഈ 2 കാറ്റഗറി ഉള്ളൂ അവിടെ. അപ്പൊ 1, 2 തമ്മിലുള്ള ഡിഫറൻസ് തണുത്ത പാലും തണുക്കാത്ത പാലും. അത് ഏതാണ് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇനി എത്ര വെക്കണം, മിനിമം 1 ലിറ്റർ ഉള്ളത് കേട്ടോ. ഇതിലും കൊടുത്തിട്ടുണ്ട് 1, 1.5, 2. ചൂടാക്കാനുള്ള അപ്പൊ അത് ഏതാന്ന് കൂടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് അതിന്റെ ടൈമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇതാക്കാം. അത് നോക്കി ഇതാക്കാം. ഇതിൽ വെക്കുന്ന പാത്രങ്ങൾ ശ്രദ്ധിക്കുക. മൈക്രോയില് ഫസ്റ്റ് പറഞ്ഞ മൈക്രോയില് മൈക്രോസേഫ് പ്ലാസ്റ്റിക്കും മൈക്രോസേഫ് ഗ്ലാസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. മെറ്റൽ ഒന്നും വെക്കാൻ പാടില്ല മൈക്രോയില്. ബാക്കിയുള്ള ഗ്രില്ല് കൺവെൻഷൻ കോപ്പി ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനകത്തും മെറ്റൽസ് ഒക്കെ വെക്കാം. ഇതൊക്കെ വെക്കാം, എല്ലാത്തിലും വെക്കാം. നമ്മളോട് മാറുന്ന പ്രശ്നമല്ല. പ്ലാസ്റ്റിക് വെക്കാൻ പാടില്ല. സ്റ്റീലൊക്കെ വെക്കാം. ഇതെല്ലാം വെക്കാം. ഗ്രില്ല് കൺവെൻഷൻ കോമ്പിയിൽ എല്ലാം ഇതൊക്കെ വെക്കാം. മൈക്രോ വരുന്ന ഫംഗ്ഷൻസ് ഉണ്ടല്ലോ മറ്റേ അതിലൊക്കെ കോമ്പിലൊക്കെ അതിലൊക്കെ നമുക്ക് മെറ്റൽ വെക്കാം. അതിനോട് കുഴപ്പമില്ല. മൈക്രോ മാത്രം ചെയ്യുന്നവരും മെറ്റൽ വെക്കരുത്. മൈക്രോസേഫ് പ്ലാസ്റ്റിക്കും ഗ്ലാസും. ഗ്ലാസ് എല്ലാ ഫംഗ്ഷനിലും വെക്കാം കേട്ടോ. ഇത്ര കനുള്ള ഗ്ലാസ് ആയിരിക്കണം. കുക്ക് ചെയ്യാനുള്ളല്ലേ, കുക്ക് ചെയ്യാനുള്ളതൊക്കെ മൈക്രോ. ചൂടാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഗ്ലാസ് ബോളാണോ? കനുള്ള